ഇന്ന് ഞങ്ങൾക്ക് ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഞാനിന്ന് വേറെയാണ് ഈ സൽവാർ. എൻ്റെ ന്യൂ സൽവാറാണ്, ബട്ട് ദുപ്പട്ട എൻ്റെ ഓൾഡ് വണ്ണാണ്. അപ്പോൾ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. റൂമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. എത്രയൊക്കെ നേരത്തെ റെഡിയായി നിന്നാലും ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ലേറ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, ഒരു പള്ളി ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ കല്യാണം ആയതുകൊണ്ട് എനിക്ക് അവരുടെ ചടങ്ങ് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാം കഴിഞ്ഞ് മണവാളനാണ് അവിടെ നിന്ന് ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും മുഖമൊക്കെ ഒന്ന് കാണിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാണ്ട് പോയി. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതെല്ലാം ശരിക്കും എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊരു ഫാമിലി പോലെയാണ് എല്ലാവരും. ഒരു ലൈക്ക് ബ്രദർ ഫീൽ എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ്. എല്ലാവർക്കും ശരിക്കും ഭയങ്കര കാര്യമാണ്. ആ ഒരു ഇഷ്ടവും റെസ്പെക്റ്റും എല്ലാവരും എനിക്കും തരാറുണ്ട് കേട്ടോ. കുറേ പേരെയൊന്നും എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഇതൊക്കെയൊക്കെ പറഞ്ഞ് എനിക്ക് എല്ലാവരെയും അറിയാം. ഇവരെ കാണാൻ വേണ്ടിയിട്ട് പോലീസുകാരെ പോലെ തോന്നണില്ലേ? അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി. അവിടെ ഐസ്ക്രീം, പോപ്കോൺ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് സൈഡിലേക്ക് പോയപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടി. ഇവരെയൊക്കെ ഇതൊക്കെയാ പറഞ്ഞ് എനിക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പം ഈ പുള്ളിയില്ലേ, ഒരുപാട് ബുദ്ധിയുള്ള, കുറേ കഴിവുള്ള ഒരു ലോകമടിയനാണ്. ഇവരെയൊക്കെ കഥകളൊക്കെ കേൾക്കാൻ തന്നെ എന്ത് രസമെന്നറിയോ. ഇത് ശരിക്കും എൻ്റെ ജ്യേഷ്ഠനാണ് കേട്ടോ. പക്ഷെ കണ്ടാൽ ഞാനാന്നല്ലേ തോന്നുള്ളൂ. ഞങ്ങളുടെ സ്വന്തം അമ്മായിൻ്റെ മോനാണ്. ഫ്രണ്ട്സ് എല്ലാവരും മക്കളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഫാമിലീസൊക്കെ വന്ന് നേരത്തെ പോയി, ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങളും മണവാളിൻ്റെ കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഹോളിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോകുമ്പോഴും വലിയ തിരക്കില്ല, ഇറങ്ങുമ്പോഴും വലിയ തിരക്കൊന്നുമില്ല. പകൽ സമയത്തൊക്കെയാണ് ഈ ഹോളിൽ വന്നെങ്കിൽ നല്ല രസമായിരുന്നിട്ട്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഒരു പുഴ സൈഡൊക്കെ ആയതുകൊണ്ട് ഒരാളൊക്കെ രാത്രി ഇരുട്ടത്തുനിന്ന് ഫോട്ടോഷൂട്ട് എടുക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഫോട്ടോ ഒക്കെ കിട്ടുന്നുണ്ടാകുന്നു. നമ്മൾ വീഡിയോ എടുത്തിട്ട് മര്യാദക്കൊന്നും ക്ലിയർ ആവണില്ല. ഇൻഷാല്ല എപ്പോഴെങ്കിലും മോർണിംഗ് ടൈമിലൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടെ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകണേണ്. ഈ ഒരു റെയിൽവേ ക്രോസിൻ്റെ അപ്പുറമാണ് നമ്മളെ വീട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഗേറ്റ് ഒന്നും അടച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ ട്രെയിൻ വന്നുകൊണ്ട് ക്രോസ് ചെയ്തിട്ടേക്കണേണ്. ട്രെയിൻ പോയി കുറച്ച് കഴിഞ്ഞാണ് ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക്. വീടെത്തി ധരിക്കാതെ വണ്ടിയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തുനിന്ന് തന്നെ ചെരുപ്പൊക്കെ ഊരി. എനിക്ക് കാലുവേദന എടുത്തിട്ട് വയ്യ. അപ്പോൾ ഒരു കുഞ്ഞു മിനി വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.